സക്കാത്ത് എന്ന സമ്പ്രദായത്തിലൂടെ ഇസ്ലാമും നീ ഉണ്ടില്ലെങ്കിലും മറ്റുള്ളവനെ ഊട്ടുക എന്ന വചനത്തിലൂടെ ക്രിസ്തുവും ദാനത്തിൻ്റെ മഹത്വത്തിലൂടെ ഹിന്ദു മതവുമൊക്കെ അങ്ങനെ എല്ലാ സംസ്കാരങ്ങളിലും മതങ്ങളിലും വിശ്വാസങ്ങളിലും ഈ പങ്കുവെക്കൽ എന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നു ഈ പങ്കുവെക്കൽ എന്ന് പറയുന്നൊരു കാര്യമായിട്ട്. പണ്ട് കേട്ടൊരു കഥയുണ്ട്. അന്ധൻ മുടന്തനെ ചുമന്നുകൊണ്ട് നടന്ന ഒരു കഥ. അതായത് ഒരു അന്ധനും ഒരു മുടന്തനും ഒരുമിച്ചൊരു വഴിയിലൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ അന്ധൻ മുടന്തനോട് പറഞ്ഞു, ഈ വഴി എനിക്ക് പരിചയമില്ല, മുന്നോട്ട് പോകാൻ ഒട്ടും നിവൃത്തിയില്ല, എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന്. അപ്പോൾ മുടന്തൻ പറഞ്ഞു, എനിക്ക് താങ്കളെ സഹായിക്കണമെന്നുണ്ട്, പക്ഷേ എനിക്ക് ഒരടി പോലും നടക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ള എനിക്ക് എങ്ങനെയാണ് താങ്കളെ സഹായിക്കാൻ സാധിക്കുക എന്ന്. കുറച്ചു നേരം ചിന്തിച്ചതിന് ശേഷം അന്ധൻ പറഞ്ഞു, ഒരു വഴിയുണ്ട്. ഞാൻ നിങ്ങളെ എൻ്റെ തോളിലേക്ക് എടുക്കാം. കണ്ണ് കാണാൻ വയ്യാത്ത എനിക്ക് നിങ്ങൾ വഴി പറഞ്ഞു തരികയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും സുഖമായി മുന്നോട്ട് പോകാം. അങ്ങനെ അന്ധൻ മുടന്തനെ തോളിലേറ്റി യാത്ര ആരംഭിച്ചു. കാഴ്ചയുള്ള മുടന്തൻ വഴിയറിയാത്ത അന്ധന് വഴി പറഞ്ഞു കൊടുത്തു. അവർ രണ്ടുപേരും പരസ്പരം സഹായികളായി മുന്നോട്ട് പോയി അവരുടെ ലക്ഷ്യസ്ഥാനത്തെത്തി. ഞാൻ ഈ കഥ പറയാനായിട്ടൊരു കാരണമുണ്ട്. ഈ ഇടയ്ക്ക് ഒരു യാത്ര പോകുന്നതിനിടയിൽ നല്ലൊരു കാഴ്ച കണ്ടു. സിഗ്നലിൽ ഫോൺ സ്റ്റാൻഡ് വിൽക്കാൻ വേണ്ടിയിട്ടൊരു സ്ത്രീയും കുഞ്ഞും കൂടി നിൽക്കുന്നുണ്ട്. അവർ ഒരു കാറിൻ്റെ അടുത്തെത്തി ഫോൺ സ്റ്റാൻഡ് വെക്കുന്നതൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഫ്രണ്ട് സീറ്റിൽ ഇരുന്നു കൊണ്ട് ചോക്ലേറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയും അവൻ്റെ കയ്യിലെ ചോക്ലേറ്റും ആ സ്ത്രീയുടെ കയ്യിലിരിക്കുന്ന കുട്ടി കൊതിയോടെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ കുഞ്ഞ് ചോക്ലേറ്റിന് വേണ്ടി വാശി പിടിക്കാൻ തുടങ്ങി. ആ സ്ത്രീ കുട്ടിയെ കൊണ്ട് തൊട്ടപ്പുറത്തെ ബസ് സ്റ്റോപ്പിലേക്ക് കയറി നിന്നു. കുട്ടി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. ആ കുഞ്ഞിനെ ആശ്വസിപ്പിക്കാനായിട്ട് അമ്മ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരേ വാശി, ആ ചോക്ലേറ്റ് വേണം. ഈ സിഗ്നൽ തെളിയാനായിട്ട് കുറച്ചുകൂടെ സമയമുണ്ട്. അതുകൊണ്ട് തന്നെ ആ അമ്മയും കുഞ്ഞിനെ ഞാനിങ്ങനെ നോക്കുമായിരുന്നു. അപ്പോഴാണ് ഒരു മിടുക്കൻ അവരുടെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ കയ്യിലൊരു ചോക്ലേറ്റ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു ഭാഗം മുറിച്ച് ആ കുഞ്ഞിന് കൊടുത്തു. ആ നേരം കുഞ്ഞുങ്ങളുടെയും അവരുടെ അമ്മമാരുടെയും മുഖത്ത് കണ്ട സന്തോഷം അതൊന്ന് വേറെയായിരുന്നു. കൊടുത്തവനും കിട്ടിയവനും ഒരുപോലെ സന്തോഷിക്കുന്ന നിമിഷം. ഞാൻ പറഞ്ഞ കഥയിൽ ഒരാളുടെ പരിമിതി മറ്റേയാൾ പരിഹരിച്ചതുപോലെ ഒരു കുഞ്ഞ് മറ്റൊരു കുഞ്ഞിന് ആശ്വാസമായി. ഈ പങ്കുവെക്കലിൻ്റെ പവർ എന്താണെന്ന് മനസ്സിലാക്കി തരുന്നൊരു മൊമെൻ്റായിരുന്നത്. ഷെയറിങ് ഈസ് കെയറിങ് എന്ന് പറയാറുണ്ട്. എന്നാൽ അത് മാത്രമല്ല, ഷെയറിങ് എന്നത് ഹാപ്പിനെസ് കൂടിയാണ്. ആ സന്തോഷം അറിയണമെങ്കിൽ ആദ്യം ഷെയർ ചെയ്യാൻ നമ്മൾ പഠിക്കണം. അതുകൊണ്ട് തന്നെ നമുക്കുള്ളതിൻ്റെ പങ്ക് മറ്റുള്ളവർ കൂടി നൽകുന്നത് ഒരാളുടെ സംസ്കാരത്തിൻ്റെ കൂടി ഭാഗമാണ്. പങ്കുവെക്കുക എന്ന് ചിന്തിക്കുന്നിടത്ത് മറ്റുള്ളവരെ ഉൾക്കൊള്ളാനുള്ള മനസ്സാണ് ഉണ്ടാവേണ്ടത്. നമുക്ക് ആവശ്യമില്ലാത്ത എന്നാൽ മറ്റുള്ളവർക്ക് ഒരു ഉപകാരവും ഇല്ലാത്ത സാധനങ്ങൾ അവർക്ക് നൽകുന്നത് ഒരു പങ്കുവെക്കലായിട്ടൊന്നും കരുതാനായിട്ട് നമുക്ക് പറ്റില്ല. എന്ന് വെച്ചാൽ അതൊരു മോശം പ്രവൃത്തിയാണെന്ന് ഞാൻ പറയാനായിട്ട് വരുന്നില്ല. എന്നാൽ യഥാർത്ഥ ഷെയറിങ് എന്ന് പറയുന്നത് നമ്മൾ ഒരു കാര്യം പങ്കുവെക്കുന്നതിലൂടെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുക എന്നതും നമ്മളിലേക്കും ആ സന്തോഷം വ്യാപിക്കുക എന്നതുമാണ്. അതായത് മറ്റുള്ളവരുടെ സന്തോഷം നമ്മളുടെ കൂടി സന്തോഷമാണ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവാണ് യഥാർത്ഥ ഷെയറിങ് മെൻറ്റാലിറ്റി എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടാത്തത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനേക്കാൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊടുക്കാൻ കഴിയുക എന്നതാണ് പ്രധാനം. അതും വസ്തുക്കൾ തന്നെ കൊടുക്കണമെന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല. സമ്പത്തോ പണമോ ഒന്നും കയ്യിലില്ലാത്തവരും ഷെയറിങ്ങിനൊക്കെ സാധ്യമാണ്. സഹജീവികൾക്ക് വേണ്ടി നമ്മുടെ സമയം, അധ്വാനം, അവരുടെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ പറ്റിയാൽ പോലും, ഒരു നല്ല പെരുമാറ്റങ്ങൾ കൊണ്ടുപോലും നിങ്ങൾക്ക് ആശ്വാസം, സഹായം എന്നൊക്കെ പറയുന്ന ഒരു ഷെയറിങ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ വാക്കുകൾക്ക് പ്രത്യേകിച്ചൊരു ചിലവുമില്ലായിരിക്കാം. എന്നാൽ നമ്മളുടെ വാക്കുകൾ ഒരാളുടെ ജീവിതത്തിലേക്ക് തന്നെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കും. അതൊരു ഷെയറിങ് ആണ്. ദ റാൻഡം ആക്ട് ഓഫ് കൈൻഡ്നസ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് നമുക്ക് പരിചയമുള്ളവരെ മാത്രമല്ല, നമുക്ക് പരിചയമില്ലാത്ത ആളുകളെ കൂടി സഹായിക്കാനുള്ളൊരു മെൻറ്റാലിറ്റി വളർത്തുന്ന രീതിയാണ്. നമുക്കൊട്ടും പരിചയമില്ലാത്ത ഒരാൾക്ക് വേണ്ടി നമ്മളൊരു കാര്യം ചെയ്യുന്നു, അതിലൂടെ കൂടുതൽ ആളുകളെ സഹായിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണത്. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇത് സർവ്വസാധാരണമായിട്ട് കാണുന്നു. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരാളൊരു ബില്ലടയ്ക്കാനുള്ള ക്യൂവിൽ നിൽക്കുകയാണെന്ന് കരുതുക. അതേ ക്യൂവിൽ വയസ്സായ ഒരാളും വയ്യാത്ത ഒരാളും ഉണ്ടെന്ന് കരുതുക. നിങ്ങൾ പിറകിലാണെങ്കിൽ അവർക്ക് വേണ്ടി ആ ബില്ലടച്ചു കൊടുക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊരു റാൻഡം ആക്ട് ഓഫ് കൈൻഡ്നസ് ആണ്. പിന്നീട് അവർക്കതുപോലെ മറ്റാരെങ്കിലുമൊക്കെ സഹായിക്കാനുള്ളൊരു പ്രേരണ അറിയാതെ അവരുടെ ഉള്ളിൽ ജനിക്കും. അതായത് നമുക്ക് പരിചയമില്ലാത്ത ആരോ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുവെന്ന തോന്നൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനുള്ള പ്രേരണയുണ്ടാക്കും.
അങ്ങനെ കൂടുതൽ ആളുകളിലേക്ക് ആ പ്രേരണ ഉണ്ടാക്കുകയും വ്യാപിക്കുകയും ചെയ്ത രസമാണ്. അതുവഴി നമുക്ക് ചുറ്റുമുള്ള പലരിലും ഷെയറിങ് മെൻറ്റാലിറ്റി വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. വിദേശ രാജ്യങ്ങളിലൊക്കെ ചില സൂപ്പർ മാർക്കറ്റുകളിൽ അധികം വരുന്ന ഭക്ഷണ സാധനങ്ങൾ കളക്ട് ചെയ്യാനും സൂക്ഷിക്കാനും അത് ആവശ്യമുള്ളവർക്ക് വിതരണം ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അതുപോലെ പണമില്ലാത്തവർക്കും ആരും ആശ്രയമില്ലാത്തവർക്കും സൗജന്യമായി ഭക്ഷണം നൽകുന്ന ഹോട്ടലുകളുണ്ട്, വസ്ത്രങ്ങൾ നൽകുന്ന കടകളുണ്ട്. അങ്ങനെ പലതരത്തിൽ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പലതും ഷെയർ ചെയ്യാൻ സാധിക്കും. ഈ ഷെയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളാണ്. ഓരോരുത്തരുടെ മനസ്സിൽ തോന്നുന്ന രീതികളിൽ അവൻ്റെ ആശയം അനുസരിച്ചിട്ട് ചെയ്യാം. പക്ഷേ അതിനൊക്കെയുള്ളൊരു മനസ്സ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇത്തിരി പ്രയാസവും പ്രധാനപ്പെട്ടതും. മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിച്ചുകൊണ്ട് ഓരോ ദിവസം തുടങ്ങുകയും ആ ദിവസം അവസാനിക്കുന്നതിന് മുമ്പ് സമൂഹത്തിന്, ലോകത്തിന് അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള സഹജീവികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് ചിന്തിക്കുകയും ചെയ്യുമ്പോൾ തന്നെയാണ് മാറ്റങ്ങൾ വന്നു തുടങ്ങുക. ഇനി ആരെയും സഹായിക്കാനുള്ള അവസരം ഉണ്ടായില്ലെങ്കിൽ പോലും ആർക്കും ഉപദ്രവം ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നൊരു ഹെൽപ്പാണ്. നയൻതാര ധനുഷ് പോരിനെക്കുറിച്ച് നമ്മൾ കേട്ടു. പത്രമാധ്യമങ്ങൾ ഘോരഘോരം അതിനെക്കുറിച്ചിട്ട് വാർത്തകളാക്കി. ശരിക്കും ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വരുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ പോയ ചിന്ത, ഇതിൻ്റെ സൊല്യൂഷൻ എന്താണ്? കഴിയുന്നത് പോലെ മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക, സ്നേഹം പങ്കുവെക്കുക, അതിലൂടെ മറ്റുള്ളവരിലേക്ക് ആ സ്നേഹവും സന്തോഷവും എത്തിക്കാൻ ശ്രമിക്കുക. അതിർത്തികൾ തമ്മിലുള്ള യുദ്ധങ്ങൾ പോലും, രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ പോലും, സംസ്ഥാനങ്ങളും രാഷ്ട്രീയക്കാർ തമ്മിലുള്ള യുദ്ധങ്ങൾ പോലും ചില പങ്കുവെക്കലുകളിലൂടെ, സ്നേഹത്തിലൂടെയുള്ള കൈമാറ്റങ്ങളിലൂടെ എല്ലാം സാധ്യമാകും. തിങ്ക് പോസിറ്റീവ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.